ഹലോ ഗൈസ്, കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് അല്ലേ? അപ്പോൾ പറയാൻ നല്ല വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവരും സുഖമില്ലാതിരിക്കുകയാണ്. നല്ല ചുമയുണ്ട്. അച്ഛൻ കൂട്ടൻ ചുമ പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ചിലപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആവും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ ദേ ഉച്ച സമയം നിങ്ങളുടെ അടുത്തൊന്ന് വരാമെന്ന് വിചാരിച്ചു. നല്ല കഫക്കെട്ടാണ്. മരുന്നൊക്കെ ഉണ്ട്. ചാച്ചക്കൂട്ടിന് മരുന്നുകൊണ്ടൊന്നും നിന്നില്ല, അഡ്മിറ്റ് ആവേണ്ടി വന്നു. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് കയറ്റുന്നുണ്ട്. അച്ഛന് ഉറങ്ങാനൊന്നും പറ്റാണ്ടായി. അപ്പോൾ ഇന്നലെ രാത്രി ഒന്ന് ഉറങ്ങി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. അങ്ങനെയൊക്കെ പോണു കാര്യങ്ങൾ. അവിടെ ബാബോട്ടനാണ് അച്ഛനെ കൂട്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കഞ്ഞിയാണ് ഇപ്പം മെയിൻ ഭക്ഷണം, കഞ്ഞിയാണ്. അതെ, ഞാനും അമ്മ ഇവിടെ ഇരുന്ന് കഞ്ഞി കുടിക്കാം കേട്ടോ. എനിക്ക് ഈ ഓക്സിജൻ മാസ്കും ബൈപ്പാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി നിൽക്കാനൊന്നും പറ്റില്ല. ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ ഉണ്ട്. അപ്പം കഞ്ഞിയാണ്. അമ്മക്കൂട്ടനെ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട്. ഇന്ന് കഞ്ഞി സദ്യയാണ്. കുറച്ച് ദിവസമായിട്ട് നമുക്ക് കഞ്ഞി സദ്യ അല്ലേ അമ്മ? ആ, അമ്മ ഇവിടെ ഇന്നലെ ചോറാ വെച്ചത്. അപ്പൊ ഇന്നത്തെ സദ്യ വിഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇന്നത്തെ സദ്യ വിഭവം കഞ്ഞിക്ക് സ്പൂണ് എടുത്തപ്പോൾ ഒരു മോഹം തോന്നി. നമ്മുടെ ട്രഡീഷണൽ നമ്മുടെ പ്ലാവിലയും കൊണ്ട് കുളിക്കാമെന്ന് എനിക്ക് തോന്നിട്ടോ. അപ്പം അമ്മ ഒരു പ്ലാവില കുമ്പിൾ കുത്തി തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് കഞ്ഞി കുടിക്കാവേ. നമ്മുടെ ഇഞ്ചി, ശർക്കര, പുളി, തേങ്ങ, മുളക് ഒക്കെ പാടെ ചേർത്ത ചമ്മന്തി. ചമ്മന്തി നമുക്ക് പ്ലാവില ഉപയോഗിച്ചു എടുക്കാം അല്ലേ? പ്ലാവില വെച്ച് കഞ്ഞി കുടിക്കാനൊരു മോഹം. ചമ്മന്തി പ്ലാവില എടുത്തു. എവിടെ പപ്പടം? പപ്പടക്കൂട്ടനുണ്ട് കേട്ടോ. രണ്ട് മൂന്ന് ദിവസമായിട്ട് അച്ഛൻകൂട്ടനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പ്ലാവിലൊരു കഞ്ഞി കോരി കഴിക്കാൻ പോണേ. എനിക്ക് ഇതുകൊണ്ട് കഴിച്ച് ശീലമില്ല. വെറുതെ ഒരു മോഹം തോന്നിയപ്പോൾ ഞാൻ ചെയ്തതാണ്. ഈ പപ്പടം അപ്പോൾ നിങ്ങൾ ഇതേപോലെ പ്ലാവിലൊരു കഞ്ഞി കോരി കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളോ കമൻറ്റ് ചെയ്യണം കേട്ടോ. അച്ഛൻകൂട്ടനൊക്കെ വന്നിട്ട് നമുക്ക് വീഡിയോസൊക്കെ ലാവിഷായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ കാര്യം പറയാൻ വന്നതാണ് നിങ്ങളോട്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. സിന്ധു ചേച്ചി മോളൂട്ടി കുറേ മോളൂട്ടി ഞാൻ കണ്ടു. സിന്ധു ചോദിച്ചിരുന്നു എവിടെയെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. വയ്യാഞ്ഞിട്ടാണ്. വയ്യായക്കന്മാർ ഉഷാറായിട്ട് ഞാൻ വരുന്നതാണ്. ഞാനും അച്ഛൻകൂട്ടനും അമ്മക്കുട്ടിയും എല്ലാവരും വരുന്നതാണ് കേട്ടോ. ചാച്ചാ, ഇത് കുടിക്കട്ടെ. നമ്മുടെ അച്ഛൻകുട്ടൻ ഡിസ്ചാർജായി വന്നു കേട്ടോ. ഇതായിരിക്കുന്നു. മരുന്നിൻ്റെ കടലാസൊക്കെ എടുത്ത് നോക്കുകയാണ് അച്ഛൻ. അങ്ങനെ പതുക്കെ റിക്കവറായിട്ട് വരുന്നു. നല്ല അവശനായിരുന്നു. ഇപ്പം കഷ്ടിച്ചൊന്ന് ഓക്കെ ആയി വരികയാണ്. അമ്മക്കുട്ടി മൊബൈലിൽ എന്തോ നോക്കുമ്പോൾ അടുത്ത് നിന്ന് നോക്കുക അച്ഛൻ.